ഇപ്പൊ ചുരുക്കത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ആ രണ്ട് പെൺകുട്ടികൾക്ക് അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു, അവരുടെ അച്ഛന്റെ അമ്മേനെയും നഷ്ടപ്പെട്ടു. ഇപ്പോഴത്തെ വിഷയമായ ചെന്താമരയെ പറ്റി പറയുകയാണെങ്കിൽ 3 കൊലപാതകങ്ങൾ നിർവഹിച്ച ചെന്താമര. ഒരു കൊലപാതകം 2019 കഴിയുന്നു. അതിൽ പ്രതിയെ പിടിക്കുന്നു, കോടതിയിൽ ഹാജരാക്കുന്നു. ശേഷം 2022 പ്രതിക്ക് ജാമ്യം കിട്ടുന്നു. എന്നാൽ പ്രതിയോട് ഈ നെന്മാറ എന്ന് പറഞ്ഞ ലൊക്കാലിറ്റിയിൽ ഇനി പ്രവേശിക്കരുതെന്ന് പറയുന്നു. എന്നാൽ പ്രതി പ്രവേശിക്കുന്നു, ജാമ്യ ലംഘനം നടത്തുന്നു. എന്നാൽ ഈ വീട്ടുകാർ, അതായത് പ്രതിയെ ഭയന്നിരുന്ന ഈ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. പോലീസ് വേണ്ടത്ര പരിഗണന അതിന് കൊടുക്കുന്നില്ല. പ്രതിയെ ഇത്രയും, അതായത് ഒരു ക്രൂര കൊലപാതകം സംശയത്തിന്റെ പേരിൽ, അതായത് തന്റെ ഭാര്യ അകന്ന് കഴിയുന്നത് കാരണം, അതായത് നീണ്ട മുടിയുള്ള ഒരു സ്ത്രീ കാരണമാണെന്ന് ഒരു മന്ത്രവാദി പറഞ്ഞതിന്റെ ബേസിൽ ആ സജിത എന്ന പാവപ്പെട്ട ഒരു സ്ത്രീയെ കൊല്ലുകയും ഒരു കുടുംബത്തിൽ 2 പെൺമക്കളുടെ അമ്മയും ആ സുധാകരൻ എന്ന ചേട്ടന്റെ ഭാര്യയും നഷ്ടപ്പെടുത്തുകയും ചെയ്ത ക്രൂര കൊലപാതകത്തിനുടമയായിട്ടുള്ള ഈ ചെന്താമര പറയുന്നു, ഞാൻ ഇനി ഈ ലൊക്കാലിറ്റിയിൽ പ്രവേശിക്കില്ല, ഞാനൊരു ഡ്രൈവറാണ്, അതുകൊണ്ടാണ് എനിക്ക് പ്രവേശിക്കേണ്ടി വന്നത്, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്ന സമയത്ത് ഈ കൊടും ക്രിമിനലിന്റെ വാക്ക് ഈ പോലീസുകാർ വിലക്കെടുക്കുകയും സ്വാഭാവികമായിട്ട് ചെന്താമര പറയുന്നതിനനുസരിച്ച് എന്നാൽ കൊടും ക്രിമിനലായ ചെന്താമര ഇതെല്ലാം സ്വന്തം വീട്ടിലിരുന്ന് പ്ലാൻ ചെയ്യുന്നു. അവരെങ്ങനെ വകവരുത്തണമെന്ന് തീരുമാനിക്കുന്നു, മറ്റുള്ളവരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, അത് പ്ലാൻ ചെയ്യുന്നു. ഒരവസരത്തിൽ ഈ സുധാകരൻ എന്ന് പറഞ്ഞ ചേട്ടനെയും അവരുടെ അമ്മയെയും വെട്ടിക്കൊല്ലുക. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വളരെ പരമമായിട്ടുള്ള പുച്ഛമാണ് ചെന്താമരയുടെ മുഖത്ത് കാണാനുള്ളത്. ഇവിടെ കൊലപാതകികൾക്ക് അനുകൂലമായിട്ടുള്ള നടപടി ആണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അവലംബിക്കുന്നതെന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു നിയമത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ എത്രത്തോളം നമുക്ക് നീതി കിട്ടും എന്നതിന്റെ തെളിവ്. ഇതിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകേണ്ടുന്ന സംശയം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്തേലും ഒരു ത്രട്ടണിങ് വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ട് പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്. നമ്മൾ നിയമത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പോകേണ്ടത്. അല്ല നമ്മൾ മറ്റൊരാളെ തല്ലാനോ കൊല്ലാനോ പ്രതികരിക്കാനോ അല്ല പോകേണ്ടത്, അല്ല പ്രതികാരം ചെയ്യാൻ. നമ്മൾ നിയമപരമായിട്ട് നീങ്ങുന്ന സമയത്ത് ഈ പെൺകുട്ടികൾ, സുധാകരൻ എന്ന് പറഞ്ഞ ചേട്ടനടക്കം പെറ്റീഷൻ കൊടുത്ത സമയത്ത് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, ഇവർക്ക് വധഭീഷണി ഉണ്ടെങ്കിൽ, ഇവരെ ത്രട്ടൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ, ഈ വ്യക്തികളെ സംരക്ഷിക്കേണ്ട ചുമതല, അത് ഈ ത്രട്ടൺ ചെയ്ത വ്യക്തി ഓൾറെഡി ജാമ്യ വ്യവസ്ഥയിലാണ് പുറത്തിറങ്ങിയത്, ഈ വ്യക്തി ലംഘനം നടത്തുന്നു, എന്നാൽ ഇയാളെ വീണ്ടും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് പോലീസുകാരുടെ യഥാർത്ഥ ധർമ്മം. പോലീസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തിനും സ്വത്തിനും പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ യഥാർത്ഥ കർത്തവ്യം. എന്നാൽ ഇതിന് പകരമായിട്ട് പ്രതിയെ ശകാരിച്ചു വിടുക, പ്രതി അത് അനുസരിക്കുന്ന ഒരു കൊടും ക്രിമിനൽ ഇത് അനുസരിക്കുന്നു പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പൊ ചുരുക്കത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ രണ്ട് പെൺകുട്ടികൾക്ക് അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടു, അവരുടെ അച്ഛന്റെ അമ്മേനെയും നഷ്ടപ്പെട്ടു. അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയിൽ കൂടെയാണ് ആ പെൺകുട്ടികൾ കടന്നു പോകുന്നത്. ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു, ഒരു പെൺകുട്ടി 18 വയസ്സായിട്ടുള്ളൂ, ഇനി പഠിക്കേണ്ടതാണ്, കല്യാണം കഴിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മുടെ അച്ഛനെയും അമ്മേനെയാണ്. നമ്മുടെ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു ജീവിതം നമുക്ക് ഓരോരുത്തർക്കും സങ്കല്പിക്കാൻ കഴിയുന്നതല്ല. നമുക്ക് 1 കോടി രൂപ കയ്യിൽ തന്നു, നമുക്ക് ഗവൺമെന്റ് ജോലി തന്നു, നമുക്ക് എല്ലാ പ്രൊട്ടക്ഷനും തന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പകരമാവില്ല. കാരണം നമ്മുടെ ഇനി ഭാവിയിലുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ അച്ഛനമ്മ എന്ന് പറഞ്ഞ ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങൾ എന്നാണ് പറയുക. അത് നഷ്ടപ്പെട്ടതിന് ശേഷം ഗവൺമെന്റ് ഇനി ജോലി കൊടുത്താലും 1 കോടി രൂപ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താലും ഒരു കാര്യവുമില്ല. ഇത് ഈ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഈ അച്ഛനെയും അമ്മേനെയും, അല്ലെങ്കിൽ ഇതിനു ശേഷം അമ്മ ഓൾറെഡി പോയി, അച്ഛനെയും അച്ഛൻ്റെ അമ്മയും സംരക്ഷിക്കേണ്ട ചുമതല ഓൾറെഡി ത്രട്ടണിങ് ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ഏതോ അമ്മാവൻ്റെ വീട്ടിൽ മാറി താമസിച്ചുകൊണ്ടാണ് ആ കുട്ടിക്കൊന്നും പറ്റായിരുന്നത്. ആ കുട്ടി ഉണ്ടെങ്കിൽ അവരെയും വകവരുത്തുമായിരുന്നു. ഇപ്പോഴും പ്രതിക്ക് ഒരു കൂസമില്ല. പ്രതി ഇപ്പോഴും പറയുന്നത് ഇനിയും 3 പേരെ കൊല്ലാനുണ്ട്. ഈ പ്രതി ഇനിയും 5 വർഷം, ഓൾറെഡി പ്രതി 3-4 വർഷം ജയിലിൽ കിടന്നിട്ടുള്ളൂ, ഇനിയും പ്രതി 4 വർഷം ജയിലിൽ കിടക്കുന്നു. വീണ്ടും പ്രതി നല്ല നടപ്പാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും കോടതിയിൽ ജാമ്യാവസ്ഥ സമർപ്പിക്കുന്നു, കോടതി ജാമ്യം കൊടുക്കുന്നു, പ്രതി പുറത്തിറങ്ങുന്നു, പ്രതി ഇനിയും 3 പേരെ തട്ടുന്നു, വീണ്ടും ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. ഇത് പൊതുജനങ്ങൾ പ്രതികരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഈ നിയമം അനുസരിച്ച് നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടില്ല, നമുക്ക് നീതി കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ആ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. സത്യത്തിൽ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രാജ്യത്ത് നമുക്ക് വളരെ നീതിപൂർവമായിട്ട് അല്ലെങ്കിൽ വളരെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ കാലത്ത് ഏതൊരു മനുഷ്യനും, അതായത് ഈ ഒരു ശിക്ഷാരീതി കാണുമ്പോൾ ഏതൊരുത്തനും ഇത് ചെയ്യാനുള്ളൊരു പ്രേരണയാണ് കൊടുക്കുന്നത്. കാരണം ഇവനൊരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അവൻ ജയിലിൽ നല്ല നടപ്പാണെങ്കിൽ അവനും 4 വർഷം കഴിഞ്ഞ് ജാമ്യം കിട്ടുന്നു, അവന് വീണ്ടും ആരെങ്കിലും തട്ടുന്നു, അവൻ വീണ്ടും പോകുന്നു. ഇതൊരു പ്രോസസ്സായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. അവനൊരു കുഴപ്പമില്ല, അവന് ജയിലിൽ നല്ല ഭക്ഷണം കിട്ടുന്നു, അവന് സുഖമാണ്, അവന് വേറെ വധഭീഷണിയൊന്നുമില്ല, വളരെ നല്ലതാണ്. അതായത് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം സേഫായിട്ട് പോകുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. അപ്പം ഈ നിയമങ്ങളൊക്കെ മാറ്റി
പ്രതിക്ക് തക്കതായ ശിക്ഷ, വധശിക്ഷയാണെങ്കിൽ അത് പെട്ടെന്ന് നടപ്പാക്കാനുള്ള തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. നമ്മൾ അങ്ങനത്തെ ഒരു ജീവിതത്തിലൂടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. കാരണം മനുഷ്യന് പുല്ല് വില പോലും ഇല്ലാത്ത കാലത്തിലൂടെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രതികളായവർക്ക്, ഈ പ്രതിയായി ചെന്താമരയ്ക്കൊക്കെ തന്നെയും എത്രയും പെട്ടെന്ന് തക്കതായ ശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പാകട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.